അതെടാ നമുക്കും വേണ്ടടാ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. സന്തോഷം? ഞാനറിയന്തോ സന്തോഷം? ആ അവളറിയണ്ട. പിന്നെ കാത്തു പറഞ്ഞ അതോടുകൂടി എല്ലാം തീർന്ന്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് അവളറിയണ്ടെന്ന്. ഞാൻ അറിയാത്ത സന്തോഷം അല്ലേ? എന്നത് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. പ്രീതിയാ? പ്രീതിയാ സുജാതയോ ഏതെങ്കിലും ആവട്ടെ. ദൈവമേ, പെണ്ണുങ്ങളുടെ പേര്. നീയേ റേറ്റ് എത്രയാണെന്നൊന്ന് ചോദിക്കും. അയ്യോ വൃത്തികെട്ടവൻ, പെണ്ണുങ്ങളുടെ റേറ്റ് അടക്കം ചോദിച്ചു തുടങ്ങിയല്ലേ? എടാ അതൊന്നും കുഴപ്പമില്ല. റേറ്റ് ഇത്തിരി കൂടിയാലും ഐറ്റം നല്ലതായിരിക്കണം, നല്ല കിടിലം പെർഫോമൻസ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓരോരുത്തർ വൃത്തി കിടക്കുമ്പോഴേ സംസാരിക്കണത്. എടാ ജസ്റ്റിനെ അത് ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചത്. ഓ, അപ്പൊ അവനാണ് ഇതിനൊക്കെ കൂട്ടി നിക്കണല്ലേ മറത്താലേ? അവൻ ഇതിന്റെ ഏജന്റ് ആയിരുന്നാ? എടാ ജസ്റ്റിനെ എനിക്ക് നിന്നെ വിശ്വാസാടാ. അതല്ലേ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. ഓ വിശ്വാസം? എടാ ആ വിശ്വാസം നീ എന്നോടും കാണിക്കുന്നത് പുറത്താരും അറിയരുത്. തന്നെ വിശ്വസിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. എടാ നീയേ സംഭവം ഏതൊക്കെയാണോ ഉള്ളതെന്നും ഐറ്റം ഏതൊക്കെയാണ് ഉള്ളതെന്നും അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് വിളിക്ക്. അവളെ അടുക്കളയിൽ ഞാൻ നോക്കട്ടെ. വിളിക്കണേ. ദൈവമേ, പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നാൽ മതിയായിരുന്നു. എങ്കിൽ ഞാൻ ഇന്നൊരു കലക്കും. തരുണ്ട് ഞാൻ. ഒരു നിമിഷം എന്നെ കുറിച്ച് ഓർത്ത, എന്റെ ആമാടിയെ കുറിച്ച് ഓർത്തുകൂടായിരുന്നു. മാമന്റെ വീട്ടിൽ എപ്പോഴാ പോണേ? മാമനോട് പോവാൻ പാടി. അച്ഛൻ എവിടെ പോയി? അച്ഛൻ കൈവിട്ട് പോയത് അറിഞ്ഞില്ലേ? എന്നെ കൊണ്ടുപോകാതെ. കൈവിട്ട് പോകുമ്പോഴാ അച്ഛന്റെ പിന്നിൽ നടക്കാതെ പോയിട്ട് പഠിക്കണം. ഈ അമ്മയ്ക്ക് എന്തോന്ന് പറ്റാ? അമ്മയ്ക്ക് പറ്റിയതൊന്നും ഒരു നല്ലത്. പോകാൻ പാടി. എല്ലാം കൊണ്ട് മനസ്സിൽ പ്രാന്തെടുക്കണം. എന്തുവരെ ഇവിടെ ഇതെന്താ താഴ്ത്തിട്ട് മൊത്തം തകർക്കോ? അതൊരു പ്ലാസ്റ്റിക് അല്ലേ, ജീവനുള്ളതൊന്നും അല്ലല്ലോ. എന്ന് വെച്ചിട്ട് താഴിട്ട് ഉടക്കണ? അത് കഴിക്കാൻ എന്താ ഉള്ളത്? കഴിക്കൊന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെ നീ ഇത്ര നേരം എന്തെടുക്കായിരുന്നു? ഞാനിവിടെ ഓടുവല്ലായിരുന്ന. ഓടേ? ഞാനിവിടെ ഓടിയായിരുന്നു, പണിയെടുക്കുമല്ലായിരുന്ന. എന്ത് പണിയെടുത്ത്? എന്നിട്ട് കഴിക്കാനായിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതെ, എനിക്ക് തൂക്കണം, തുടയ്ക്കണം, എനിക്കിവിടെ എന്തൊക്കെ പണിയുണ്ട്. നീ ഇത്ര പല്ലിറമാ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾക്ക് ഇപ്പൊ കഴിക്കാൻ എന്തെങ്കിലും വേണോ? എന്തൊരു കഷ്ടം നോക്ക്, കഴിക്കാൻ വേണം, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കി തരാം. നീ ഇത്ര മാത്രം നേരം വെളുത്ത് ഈ സമയമായി ഇതുവരെ ഈ കുടുംബത്തിൽ കഴിക്കാൻ ഒന്നുമില്ല. കഴിക്കാണ്ടൊക്കെ പോയപ്പോഴല്ലേ ചില സത്യങ്ങൾ കണ്ടെത്തിയത്. ഒന്നുമില്ല. ടീച്ചറെ, ഞാനിപ്പോ ഇത് ആരോടൊന്ന് പറയാം? ഭ്രാന്ത് പിടിക്കാൻ മനുഷ്യന്. സത്യത്തിൽ പറ, പനിയില്ല? ഇത് കൂടുതൽ എനിക്ക് ഇനി എന്താ പറ്റേണ്ടത്? നീ കാര്യം എന്താന്ന് പറ. കാര്യം ചില ദിവസം ഇങ്ങനെ പ്രാന്തളക്കിയ പോലെ ഉണ്ടാവും നേരം വെളുത്ത്. ഇപ്പൊ പറയണ്ട. അമ്മ അച്ഛനും ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് അതിലൊരു കൂട്ടി ചോദിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. ഒന്നുമില്ല. എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നമല്ല, ഈ മിക്സിയുടെ പ്രശ്നം. ഈ മിക്സി കേടായിട്ട് എത്ര ദിവസമായി? നിങ്ങൾ ഇത്ര ദിവസം നന്നാക്കി തന്നിട്ടുണ്ടോ? ഒരു മിക്സിയുടെ കാര്യം നീ ഒന്ന് പതുക്കെ പറ, നാട്ടുകാരെ കേൾപ്പിക്കില്ലേ? ഓ, നാട്ടുകാരെ കേൾക്കുന്നതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. കേൾപ്പിക്കുന്നുണ്ട് ഞാൻ. മിക്സി കേടാക്കി നന്നാക്കി തരാത്തതാ? ഓ, ഈ പേട്ട മിക്സി നിങ്ങളുടെ കാലം പ്രായമുണ്ട്. ഈ മിക്സി നീ നന്നാക്കി തരും നിങ്ങൾക്ക്. ഈ എന്റെ പ്രായത്തിന്റെ കാര്യം വരും. നീ കാലത്തന്നെ കിടന്ന് ഇങ്ങനെ കലിതുള്ളല്ലേ? നീ ആ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് അമ്മ എന്താ വയ്യാണ്ട് കിടക്കാണ്, അമ്മേനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഓ, എന്റെ അമ്മയുടെ അടുത്ത് എന്തൊരു സ്നേഹം. അതുണ്ടാവുമല്ലോ, നിന്റെ അമ്മ എന്ന് പറഞ്ഞ കൂടി അമ്മയല്ലേ? ഞാൻ പോണ്ട്, പോയേക്കാം. എപ്പോഴാ പോണ? ചേട്ടൻ വരുമോ? കൊണ്ടുപോകാൻ വരുമോ? ചേട്ടൻ വരും ചിലപ്പോ. വരും. വരുന്ന നീ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. എനിക്കൊരു കോള് വരുന്ന കേട്ടോ. എന്നെ പറഞ്ഞു വിട്ടല്ലേ നിങ്ങളുടെ ഉദ്ദേശം നടക്കുള്ളൂ. അങ്ങനെ നടക്കൂല മനുഷ്യ.
ഹലോ, എടാ എന്തായിടാ ജസ്റ്റിനെ? ഓ ജസ്റ്റ് തണ്ടി അവനുമായിട്ടാണല്ലേ ഡിസ്കഷൻ. ആ പ്രസ്റ്റീജ് ഒന്നും നോക്കണ്ട, നമുക്ക് കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ. അതെ, അവിഹിതമല്ലേ, തന്റെ കല്യാണം അല്ലല്ലോ. എടാ ആയിട്ട് നല്ല വർക്കിംഗ് ആയിരിക്കണം. ആ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നണം അതിനോട്. വൃത്തികെട്ടവന്മാര്. എടാ പിന്നെ നല്ല ഷേപ്പായിരിക്കണം, നമുക്ക് കാണുമ്പോൾ തന്നെ ആര് കണ്ടാലും ഒന്ന് തൊടാനും തലോടാനൊക്കെ തോന്നില്ലേ? കോമപ്രാന്ത്. പിന്നെ വേറെ കാര്യം, നിറത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, നല്ല വെളുത്ത നിറമായിരിക്കണം. തനിക്ക് ഇത്ര നിറം പോരെയാണോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. സൈലൻ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പുറത്തെ അയൽക്കാരുള്ളല്ലടാ, അവരെ സമാധാനം കളയണ്ടല്ലോ. ഓ അപ്പൊ അതാണ് രണ്ടെണ്ണം കൂടെ പ്ലാൻ ചെയ്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കിയതല്ലേ? ഉഷയപ്പം ആർക്കറിയാത്തത്? എനിക്ക് പണ്ടേ അറിയാം. അപ്പൊ കല്യാണത്തിന് മുന്നേ ഉണ്ടല്ലേ? എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ ദുഷ്ട. എടാ ഉഷയല്ലാതെ പുതിയത് വല്ലതും വന്നിട്ടുണ്ടാ? പുതിയ തന്നെ ചെറുപ്പക്കാരിയാണല്ലേ നോട്ടോ. മീനുവാ പുതിയതാ? അടിപൊളിയാണാ? ആ ആ മീനു പേര് കേട്ടാലേ അറിയാം, ഏതോ ചെറുപ്പക്കാരിയാ. എനിക്ക് വേറെ ഒന്നും അറിയാല്ല, കൊടുക്കണ കാശ് മുതലാവണം. നാളെ മാത്രമല്ല, പിന്നെ നാളെ അത് ഇതും പറഞ്ഞ് വേറെ കംപ്ലൈൻ്റ് ആയിട്ട് ഒന്നും വരരുത്. എന്റെ ജീവിതം പോയി. അപ്പോൾ പ്രീതി, മീനു, സുജാത, ഉഷയാ? ഉഷ വേണ്ടടാ, അത് നമ്മളതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഞാനത് വേണ്ട, നമ്മൾ മാറ്റി പിടിച്ച് നോക്കാന്ന്. ചേഞ്ച് വേണ്ടേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. പെണ്ണുപിടി ദ്രോഹി, ഇങ്ങനെ പച്ചയ്ക്ക് പറയാൻ നാണല്ലോടോ. എന്റെ ഫോണ് ശരിക്ക് തരാൻ ഞാൻ. അവളെ എവിടെയും കാണാനില്ല. കാത്തു എന്നിട്ടും വയ്യ, ഒരു വക സാധനം കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. കാത്തു എങ്ങനെ വിചാരിച്ചു? ആ മക്കളെ ഇങ്ങോട്ട് നോക്കി. അമ്മ അച്ഛൻ വേണ്ട, നീ അച്ഛൻ വേണ്ട കേട്ടാ, അമ്മ മാത്രം മതി. മക്കളൊരു കാര്യം ചെയ്യും, പോയിട്ട് അമ്മയുടെ അടുത്ത് പറ, കൂടും കൊടുക്കുക എല്ലായിടത്തോണ്ട് ഇറങ്ങാൻ പറ. എന്തോന്ന് കൂടും കൊടുക്കുക? ഓ എല്ലാത്തിനും വിശദീകരിക്കണം. എടുത്തിട്ട് സാധനങ്ങളെല്ലാം എടുത്തോണ്ട് ഇറങ്ങാൻ പറ. മക്കളെ ബാഗും അമ്മയുടെ ബാഗും എല്ലാം കൂടെ പോയിട്ടോ. അച്ഛനെ വിളിക്കല്ലോ പറഞ്ഞതാ. ഇത്രയും വൃത്തിയായിട്ട് ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ അളിയാ, അളിയനായിരുന്നാ? ആരും അവൻ്റെ വളിയേ? ഞാൻ ആരും വളിയൊന്നുമല്ല. എന്റെ പെങ്ങളെ അങ്ങോട്ട് വിളി, എനിക്ക് കൊണ്ടുപോകണം. ഓ പെങ്ങളെ ഇവിടെ ഉണ്ട്, പെങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. പെങ്ങളെ ചെയ്യാൻ അടിച്ച് ശരിയായി പെങ്ങളെ ചെയ്യാൻ നിൽക്കണം. അളിയ പെങ്ങള് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, 2 ദിവസം അമ്മേനെ നോക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ്. എന്റെ പെങ്ങളെ എന്റെ അമ്മ നോക്കാൻ എനിക്കറിയാം. നിങ്ങളെ ഔദാര്യം ഒന്നും വേണ്ട അതിന്. അല്ലെങ്കിൽ കയറിയിരി, ഇതെന്ത് വന്ന പാടത്തുണ്ടെങ്കിൽ കയറിയിരി. എന്നെ എന്റെ പെങ്ങളെ ആരും ഇരുത്താൻ നോക്കണ്ട. ഞാനൊരു മാനവണിയെ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണെന്നറിയാമോ? അളി നിന്ന് തുള്ളാണ്ട് കാര്യം എന്താന്ന് പറ. ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ ആരും ഒന്നും അറിയണില്ല എന്നാണ് നിങ്ങളെ വിചാരം. എന്ത് ചെയ്തെന്ന്? കണ്ണടച്ച് പാൽ കുടിച്ചാലേ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവൂ, എനിക്കാവില്ല. ആര് കണ്ണടച്ച് പാല് കുടിച്ചു? പൂച്ച എല്ലാവരും അറിയണോ? പല നാൾ കള്ളനെ ഒരു നാൾ പിടിക്കപ്പെടും. അപ്പം ഞാൻ കാണിച്ചു തരാം. അളിയെ ഇങ്ങനെ നിന്ന് വിറയ്ക്കാണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇനി സംസാരിക്കാവുന്നില്ല. ഇനി ബാക്കിയൊക്കെ സംസാരമൊക്കെ കോർട്ടിൽ കാണാം. എന്റെ പെങ്ങളെ ഇറക്കി വിടും. കോടതിയില്ല, പെങ്ങളെ ഇറക്കി വിടാം. കോടതിയിൽ വെച്ച് എന്താണ് പറ, എനിക്ക് മനസ്സിലാവില്ല. ആഭാസത്തരം കാണിച്ചിട്ട് ഈ കാര്യമാണ് മനസ്സിലാവും. എന്താ ആഭാസത്തരം കാണിച്ചെന്ന്? നിങ്ങളെ എന്റെ പെങ്ങൾ ചങ്ക് പൊട്ടി എന്നെ വിളിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞറിയാമോ? എന്ത് പറഞ്ഞെന്ന്? നിങ്ങൾക്ക് എന്റെ പെങ്ങൾ പോരെ പോരെ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? വേറെ ഒത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, അവനേനെയും കാണണം. അവനൊക്കെ ഉണ്ട് അവന്റെ ചെവുക്കല. ഒരു മിനിറ്റ് അളിയനൊന്ന് അടങ്ങ്, ഒന്ന് സമാധാനപ്പെട്, കൂളാവ്. എനിക്ക് അളിയ വളിയാന്നുള്ള വിളി എനിക്ക് കേൾക്കണ്ട. ഞാനൊരു കാര്യം പറയണേക്ക്. കുറെ നേരമായി അവൾ അകത്ത് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് മുറി അടച്ചിട്ടിരുന്ന് കരയുന്നു. കാര്യം എന്താന്ന് പലവട്ടം ചോദിച്ചു. ഇപ്പൊ അളിയും കയറി വന്നിട്ട് പറഞ്ഞു കോടതിയിൽ വെച്ച് കാണാന്ന്. സംഭവം എന്താന്ന് എനിക്കറിയണ്ടേ? നിങ്ങൾ ചെയ്ത സ്വഭാവത്തിന് നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, പിന്നെ വേറെ എന്ത് ചെയ്യണമെന്ന് പറ. എന്ത് ചെയ്തെന്ന് പറ, അല്ലാണ്ട് ഞാനൊരു പെങ്ങളും കൂടെ സംസാരിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞില്ല. പൊന്നളിയെ പതുക്കെ സംസാരിക്കും. ഇവിടെ അയൽപ്പക്കത്തൊക്കെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അയൽപ്പക്കത്തക്കാരെ അറിയുമ്പോഴാണ് പ്രശ്നം. അപ്പൊ കാണിച്ചു തരാം. ഇറക്കിവിടെ. എന്റെ അളി എന്നെ തല്ലേ കൊല്ല് എന്താന്ന് വെച്ചാ ചെയ്യും. പക്ഷെ കാര്യം എന്താണെന്ന് പറ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ അളിയാന്ന് വിളിക്കരുതെന്നും. കാര്യം നിനക്കറിയില്ലല്ലേ?
ഇല്ലല്ലോ. അവസാനമായിട്ട് ഞാൻ പറയാം, നിന്നെ പോലെ ഒരു കാമപ്രാന്തന്റെ കൂടെ എൻ്റെ സഹോദരി ഞാൻ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല. അത് തന്നെ കാര്യം. മനസ്സിലായില്ല. എന്തോ മനസ്സിലായില്ലാന്ന്? മനസ്സിലായില്ല, ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ല. എടാ നിന്നെ പോലെ കാമപ്രാന്തന്റെ അടുത്ത് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന്. കാമപ്രാന്തനാ? ഓ, കാമപ്രാന്തം വെച്ചാൽ നിനക്ക് മനസ്സിലാവണില്ല. ഇപ്പൊ നീ ചെയ്തോണ്ടിരിക്കില്ല പ്രവൃത്തി, അതിനാണ് കാമപ്രാന്തം എന്ന് പറയണത്. വാട്ടാ നമുക്ക് പോവാം. ഞാൻ പോയാലും ഇയാളുടെ ഇഷ്ടങ്ങൾ നടക്കുള്ളൂ. അല്ലല്ല, ഒരു മിനിറ്റ്, നീ ഇവിടെ നിക്ക്. കാര്യം എന്റെ പെങ്ങളെ തടയാന്ന് വേണ്ട, ഞാൻ കൊണ്ടുപോകാനാണ് വന്നത്, ഞാൻ കൊണ്ടുപോകും. ഓ, കൊണ്ടുപോക്കോ, പെങ്ങളെ കൊണ്ടുപോകുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞു തരണം. ഓ, ഒന്നും അറിയാത്ത പോലെ. മാത്രമല്ല, പെങ്ങളെ മാത്രമേ കയറി വന്നിട്ടുള്ളൂ വീട്ടിൽ നിന്ന്, അല്ലേ? ഈ കൊച്ചി ഇവിടെ ഉണ്ടായതല്ലേ, ഇത് ഇവിടെ നിൽക്കും കേട്ടാ. അത്രക്കായോ? എടാ നീ കണ്ട പെമ്പിളെ പതുങ്ങി ഫോൺ വിളിക്കില്ലടാ. അതല്ല എന്റെ പെങ്ങളെ കേട്ടറാ, മനസ്സിലായോ? ഞാനാ? അയ്യോ, ഒന്നും അറിഞ്ഞൂടാ പാപം. എന്നെ കൊച്ചിനെ പറഞ്ഞോട്ട് കൊണ്ട പെണ്ണുങ്ങളെ വീട്ടിൽ വിളിച്ച് കയറ്റാനല്ലായിരുന്നു. അയ്യോ, ഇതാര് പറഞ്ഞു? ലോകത്ത് ആരെങ്കിലും വിശ്വസിച്ചോ? ആരും വിശ്വസിച്ചു? നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രേമം നിന്റെ തലക്ക് ഇങ്ങനെ പെരുവിരി കൊള്ളുമ്പോഴേ പറഞ്ഞു, യവനെയൊന്നും പിടിച്ച് അന്യനാട്ടിൽ കിടക്കണം വരെ പിടിച്ച് കല്യാണം കഴിക്കില്ല പറയുന്ന അപ്പോൾ തരാണ്ടതാണ്. അറിയ സമാധാനിക്ക്, ഇതൊന്നും ഉള്ള കാര്യമില്ല. അതായത് ഞാൻ സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പെണ്ണുങ്ങളെ അല്ല ഞാൻ വിളിച്ചത്, ഞാൻ എന്റെ സുഹൃത്തിനെയാണ് വിളിച്ചത്, ഫോൺ ചെയ്തത്. എന്റെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഞാൻ ഉരുണ്ട് കളിക്കാൻ നിന്റെ ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ മറ്റേ നിന്റെ ബ്രോക്കറല്ലേ, അവിടെ എനിക്കറിയാം ഉരുണ്ട് കളിക്കാട്ടോ. നീ ഫോണിൽ കൂടെ പറഞ്ഞില്ലേട്ടാ, നിനക്ക് പ്രീതി വേണം, സുജാത വേണം, ഉഷ നിനക്ക് വയസ്സായി പോയടാ, നിനക്ക് ഷേപ്പുള്ളത് വേണം, കളറുള്ളത്. എടാ എന്റെ പെങ്ങൾക്ക് എന്താണ് കുഴപ്പം പറയണേ, വൃത്തിയായിട്ടവനെ പറ. ഇത്രയും കാണിച്ചിട്ട് ചിരിക്കണോക്കെ പെങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ കാര്യം അറിയാതെയാണ് ഇതൊക്കെ പറയണത്. ഒച്ച പോലും പാടില്ല എന്ന് പറഞ്ഞോണ്ട്. അല്ല ചേട്ടാ, ഇവനാ ജസ്റ്റിൻ. തനിക്കെന്തോ പ്രാന്തുണ്ടാ? ആടാ, എനിക്ക് ഭ്രാന്തി തന്നെടാ, പക്ഷെ നിന്റെ കൂട്ടുകാരെ പോലെ കാമപ്രാന്തടാ കേട്ടോ. കാമപ്രാന്ത തനിക്ക് ആള് മാറി ആള് മാറിയടാ നീ. ഞാൻ മമതന്റെ കൂട്ടുകാരൻ ജസ്റ്റിൻ. നാട്ടുകാർ കണ്ടു കഴിഞ്ഞിട്ട് കുഴപ്പമാണ്. നാട്ടുകാർ കാണാൻ എന്തൊട്ട് തേങ്ങടാ, നീ സർപ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങോട്ട് വന്ന്, പിന്നെ നിന്റെ അളിയൻ തന്നെ തല്ലണ്. നീയല്ലേ പറഞ്ഞു ഉഷ വേണ്ട, പ്രീതി വേണ്ട, സുജാത വേണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ സൂര്യ സെലക്ട് ചെയ്തു. ഇത് മിക്സിയാണ്, സൂര്യ എന്ന് പറയുന്നത് മിക്സിയാണ്, മനസ്സിലായ? ഈ ഉഷ, പ്രീതി, സുജാത, മീനു എന്നൊക്കെ പറയുന്നത് മിക്സികളാണ്. ഞാൻ രാവിലെ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറയണം വീട്ടിലെ മിക്സി കംപ്ലൈന്റ് ആയിരുന്നു ഇല്ലേ? ഇന്ന് രാവിലെ കൂടി നീ പറഞ്ഞില്ലേ മിക്സി കംപ്ലൈന്റ് ആണ്, അത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനോടൊരു മിക്സി സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അത് ഞാൻ ഇവിടെ കേൾക്കാതിരിക്കാൻ വേണ്ടി മാറി ഇന്ന് ഫോൺ ചെയ്തു. ഈ പ്രീതിന്നും മീനുന്നും ഉഷ എന്നൊക്കെ പറയുന്നത് മിക്സിയുടെ കമ്പനിയാണ്. ആ അവസാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും റേറ്റ് കുറഞ്ഞതും ഭംഗിയുള്ളതും നല്ല ഷേപ്പുള്ളതും വെളുത്ത് നിറമുള്ളതും എന്നൊക്കെ പറഞ്ഞത് പെണ്ണുങ്ങളെ കുറിച്ചിട്ടല്ല, മിക്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ മിക്സിയുടെ പേരൊന്നും കേട്ടില്ല, പെണ്ണുങ്ങളുടെ പേര് മാത്രമേ കേട്ടുള്ളൂ. അത് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മേടിച്ചോണ്ടാണ് പാവം. അടിച്ച് പല്ല് കളഞ്ഞ്. നീ എന്തിനു മോളെ ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കുന്നത്? കാളെ പറ്റൂന്ന് കേൾക്കുമ്പോൾ എന്തിനടി നീ ചരടെടുക്കുന്നത്? അത് ഞാൻ പറ്റൂന്ന് പറഞ്ഞ ഉടനെ ചേട്ടനല്ലേ കാറെടുക്കാൻ പോയത്. ഒരാൾ പറയാനും ഒരാൾ എടുക്കാനും. അല്ല, എന്നാൽ ഈ മിക്സിക്കൊക്കെ ഈ പെണ്ണുങ്ങളെ പേര് മാത്രം വരാൻ എന്താണ് കാരണം? അയ്യോ, അതാളീന് അറിഞ്ഞൂടെ? നമ്മുടെ വീട്ടില് ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്ന ഉപകരണം ഏതാണ്? ഫാനാണ്? ടി വി ആണ്? മിക്സി ആണല്ല. അലീന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്നത് അലീനാണ്, അലീന്റെ വൈഫാണ്. പറയാനുണ്ട്, എന്റെ ഭാര്യ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒച്ച എടുക്കുന്ന ഉപകരണത്തിന് ഏത് പേരിടും? സ്ത്രീകളുടെ പേരല്ലേ ഇടുന്നത്. അതുകൊണ്ടല്ലേ ലോകത്തുള്ള എല്ലാ മിക്സി കമ്പനിക്കാരും സ്ത്രീകളുടെ പേരിടുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അളിയനും പെങ്ങളും പോയിക്കോ, പറഞ്ഞ പോലെ അവിടെ വെച്ച് കാണാം നമുക്ക്. തൽക്കാലം എന്റെ കൊച്ചിനെ ഇങ്ങത്താ. അപ്പൊ ഞാനാ, ഇതാണ് എന്റെ കുടുംബം, ഞാൻ എങ്ങും പോല മിക്സിങ് കൊടുത്ത. അയ്യോ, അളിയന്റെ പെങ്ങള് തന്നെ.